ഓക്കെ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏതെങ്കിലുമൊക്കെ നടക്കുമെന്ന് നോക്കാം. ഇവന്റെ മുഖത്തൊരു ചിരി ഉണ്ടോ നിങ്ങള്? ഈ ചിരി എന്തിനുള്ള ചിരിയാണെന്നറിയോ? ഒരു 16 ചിരിയാണിത്. നോക്കട്ടെ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നാളോട് ഫോൺ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉപയോഗം നല്ല രീതിയിലുണ്ട് ഫോണിന്. കാര്യം വീഡിയോ എടുക്കലൊക്കെ ഫോണിൽ തന്നെ ആയതുകൊണ്ട് വേറെ ക്യാമറാസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ചിലർ വേണേൽ പറയും ആഡംബരമാണെന്നോ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യമുണ്ട്. ഫോണിന്റെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഒരെണ്ണം വാങ്ങാമെന്ന് കരുതി. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 12 ആണ്. ഇപ്പൊ ഇതിന് ഒരുപാട് നാളായിട്ട് എനിക്ക് ഇതിന്റെ 3-3.5 വർഷം എന്തോ ആയിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ കുറവാണ്. ഒരുമിച്ച് 3-4 വീഡിയോ ഒക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ട് ഫോണൊന്ന് മാറ്റിയേക്കാം എന്ന് കരുതി. ഇപ്പം 17 ഇറങ്ങി. 17 വേണ്ട, 17-ഉം 16-ഉം സെയിം ലുക്ക് തന്നെ. ഫീച്ചേഴ്സിന്റെ മാറ്റങ്ങളൊക്കെ കാണും. എന്നാലും നമുക്ക് 16-ന്റെ ആവശ്യമേ ഉള്ളൂ. അത് മതി തൽക്കാലം. അപ്പൊ അത് നോക്കാം എന്ന് കരുതി ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇവർക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഫസ്റ്റ് അത് നടക്കട്ടെ, എന്നതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. എനിക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പോവുകയാണ്. എന്റെ കാശില്ല. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ് നപ്പാ ഫോൺ എടുത്ത് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. റോഡാണത്. ഇപ്പൊ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നിട്ട് കല്ലുന്താനം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ബൈപ്പാസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഈ ഒരു എന്താ പറയാ, ഈ റോഡിന്റെ പൊക്കം കണ്ടോ, ഈ ഒരു മതിൽ അവർ കെട്ടി. സത്യത്തിൽ ഇതിന് താഴെ പോകാൻ നമുക്ക് പേടിയാ. കാര്യം ഓൾറെഡി നമ്മുടെ ഇവിടുന്ന് കുറച്ച് ഒരു 7 കിലോമീറ്റർ പോകുമ്പോൾ ഉള്ള ഒരു പോർഷനാണ് ഇടിഞ്ഞ് വീണത്. ഇത്രയും ഹൈറ്റ് ഇല്ല. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ഹൈറ്റ് ചെയ്യണം. ഒരു ബൈക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളമാണ് പിന്നെ ബാലൻസ് ഹൈറ്റ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് തൂണായിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ നല്ലതായിരുന്നു. ഒരു പേടി കൂടാതെ പോവാം, സ്പേസ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത്രയും ഹൈറ്റിലും ഒക്കെ ചെയ്തേക്കുന്നു. കുറച്ച് വളവും തിരിവൊക്കെ കാണാം. എന്തുവാന്ന് അറിയത്തില്ല. അതൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതിന്റെ സെക്രട്ടറി എന്താ പറയാ, അതിന്റെ ഒരു മേക്ക് വരുന്നത്. അപ്പൊ ഇത് കല്ലുന്താനം ജംഗ്ഷൻ ആണ്. ഇവിടെ ഇതൊക്കെ റോഡൊക്കെ കൊട്ടിയം കഴിഞ്ഞിട്ടാണ് നമുക്കത് ഇടിഞ്ഞത്. മൈലാപ്പൂരോ അങ്ങനെ എന്തൊരു സ്ഥലപ്പേരാണ് കൊട്ടിയത്തിന് ശേഷം. ഇതിപ്പോ കല്ലുന്താനം. ഇവിടാണ് ഇവിടാണ് ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ളത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഹൈറ്റിലാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. അല്ല എനിക്ക് നീ ഇപ്പൊ ഇങ്ങോട്ടാ പോന്നേ? ഫസ്റ്റ് മൈജിയിൽ അല്ല, എനിക്ക് വാങ്ങാനുള്ള വാങ്ങിയിട്ട് മൈജി പോയാ പോരെ? ഫസ്റ്റ് നമുക്ക് ഫോൺ പോയി മേടിക്കാം. കാര്യം മാല നമുക്ക് നാളെ അല്ല മേടിക്കും വിഷയിൽ. നീ ചോദിക്കും ഫോണിന്റെ അത്യാവശ്യം ഫോൺ ഇത് മേടിച്ചാൽ നിനക്ക് റീൽ എടുക്കാം. എന്റെ റീല് തൽക്കാലം എന്റെ ഈ ലോക്കൽ ഫോൺ നമ്മൾ എടുത്തോളാം. നമ്മള് പാവങ്ങളാണ്. ഈ 14 Pro കൂടെ നമ്മള് ജീവിച്ചു പൊക്കോളാവേ. ഫസ്റ്റ് നമുക്ക് ഫോൺ എടുത്തിട്ട് പിന്നെ നമുക്ക് റീലിനെ കുറിച്ചാലോ. ഇപ്പൊ നിനക്ക് റീൽ എടുക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണ് എന്റെ മക്കൾ ഇപ്പൊ ഫോൺ വാങ്ങുന്നത്. നിനക്ക് റീൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആരോ പറഞ്ഞു ക്വാളിറ്റി ഇല്ല ബ്രോ, 16 ഒരെണ്ണം എടുക്കുക. അതിനകത്ത് വീഡിയോ എടുക്കുന്ന ഒരു കമന്റ് ഞാൻ കണ്ടു വീഡിയോക്കകത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്യുന്ന ഒരു ഭർത്താവ്. പക്ഷെ അതിന്റെ പൈസ അടക്കണേ. എനിക്ക് തോന്നി ഇതിലെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്ക് അറിയാം മോനെ. നിന്റെ വീരത്തിന് എടുക്കാം നമുക്ക്. ഞാൻ വേണ്ടി യാതൊരു ബന്ധവും. നിനക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഫോണ് ജസ്റ്റ് എന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്റെ കയ്യിൽ ഇരുന്നോളൂല്ലേ? എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എന്റെ പേരിൽ എടുക്കുന്ന ഫോൺ അത് എന്റെ കയ്യിൽ എനിക്ക് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ? അല്ല, ഓൾറെഡി നിന്റെ 2 ഫോണുണ്ട്. അപ്പൊ എല്ലാ ഫോണും കൊണ്ടുനടക്കണം. വെറുതെ മിസ്സായി. വേണ്ട, ഈ ഫോൺ മക്കള് കൈ വെച്ചോ. വേണ്ട, എനിക്കിത് വേണ്ട. ഇത് ഓവർ വെയിറ്റ്. എനിക്കിത് ഇഷ്ടമല്ല ഈ ഫോൺ. എനിക്ക് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഈ പ്രോ സീരീസ് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പ്രോ സീരീസേ ഇഷ്ടമുള്ളൂ. എനിക്ക് ചിലപ്പോ ഞാനിങ്ങനെ ഈ 16 വാങ്ങിക്കൊടുക്കുമ്പോ എനിക്ക് വല്ല 17 Pro ഞാനും വാങ്ങാൻ മനസ്സിലുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാര്യം എന്റെ മനസ്സിലേ ഇല്ല. അതൊക്കെ മറന്നേരെ. 14 Pro ഇനിയും 2 കൊല്ലം ഓടി ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ഒരു 20 ഒക്കെ ഇറങ്ങട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം. അമ്മേ 20 ഒന്നും ഇറങ്ങുമോന്ന് തന്നെ സംശയം. എന്നാ കുഴപ്പമില്ല, എന്നാ ഇത് തന്നെ മതി. ഇവിടെ ഒരു മൈജി ഷോറൂം ഉണ്ട്. ഇത് കൊല്ലം പള്ളിമുക്കാണ്. കണ്ട, മൈജിയുടെ ഒരു ഷോറൂം ഉണ്ട്. വലിയൊരു ഷോറൂം ഉണ്ട് കേട്ടോ. മൈജി ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു വേറൊരു ഷോറൂം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, കൂട്ടുകാരനുണ്ട് ഇവിടെ. അപ്പൊ അവന്റെ കെയർ ഓഫിലാണ് നമ്മൾ ഇവിടുന്ന് ഫോൺ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നത്. ഒരു മര്യാദ ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ കാണിച്ചത്. അതാണ് ഈ സ്കൂട്ടർ കൊണ്ട് നേരത്തെ വെച്ചേക്കുന്നതാണ്. ഒരു മര്യാദ ഇല്ലാതെ ഈ കാറിന് എങ്ങനെ കയറ്റി ഞാൻ അങ്ങോട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താക്കുക, ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ അവന്മാർ സ്കൂട്ടറിന്റെ സൈഡിലോട്ട് ഈ കാർ നമ്മളങ്ങ് ഇടും. ആണ് നമ്മൾ ചെയ്യുന്നത്. എന്റെ കാർ ഇടാനാണ് സ്പേസ് ഇട്ടേക്കുന്നത്. ഈ സ്കൂട്ടറുകൾ ഇങ്ങനെ മര്യാദ ഇല്ലാത്ത വെച്ചത് ശരിയല്ലല്ലോ. ഒരു സാമാന്യം ബോധം വേണം ഒരു മനുഷ്യന്. ഒരു വണ്ടി കൊണ്ട് വെക്കുന്ന സമയത്ത് ഓക്കെ ഇത് ഒതുക്കി വെക്കണം, വേറൊരു വണ്ടി വരും എന്നൊരു ബോധം വേണം. ഇതില്ല. അങ്ങനെ ഞങ്ങൾ മൈജി കയറി. ഫോൺ എടുക്കൽ വലിയൊരു ടാസ്ക് ഒന്നും ആയിരുന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് പോയതാണല്ലോ. അവിടെ പോയി അതങ്ങ് എടുത്താൽ മാത്രം മതിയായിരുന്നു.
ഓൾറെഡി കളറും ഏത് വേരിയൻറ്റ് വേണമെന്നൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 7 Pro Max ഇരിക്കുന്നു ഗൈസ്. ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊന്നും അങ്ങോട്ട് പോയി. പക്ഷെ പോയിട്ട് കാര്യമില്ലല്ലോ. ഫോൺ കൈ കിട്ടിയപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ഇപ്പം എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാം സെറ്റായി. സ്ക്രീൻ കാർഡും പൗച്ചൊക്കെ ഇടുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു പോകട്ടോ. വേറെ പ്രൊസീജിയറൊന്നും എല്ലാം കഴിഞ്ഞ്. ഫസ്റ്റ് എൻ്റെ ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുത്തിട്ടേക്കുന്നു എന്തോ ചെയ്യാനാ. ഫസ്റ്റ് ഫോണിന്റെ ഫോട്ടോ എടുക്കില്ല. എന്താ എല്ലാം ഈ ഫോണിലോട്ട് മാറ്റണം. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് നല്ല ഫോട്ടോ എടുക്കാൻ ആദ്യം. എൻ്റെ ഫോട്ടോയ്ക്ക് എന്താ ശരി കുഴപ്പം? കുറച്ചുകൂടി നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. നീ കേട്ടത് വേറെ വല്ല നല്ല ഫോട്ടോ എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ നീ അങ്ങനെ കേൾക്കത്തോളൂ. ആ 1 മാസമായില്ല. 1 മാസമായല്ലോ. അതെ എനിക്കറിയാം. 1 മാസമായല്ലോ. എനിക്കറിയാം. ഗിഫ്റ്റ് നമ്മൾ ചോദിച്ചു വാങ്ങും, കൊടുത്തിട്ട് തന്നില്ലെങ്കിൽ ഇതൊക്കെ എല്ലാം. എൻ്റെ പേര് എഴുതാല്ലേ ശ്രീ ഞാൻ പറഞ്ഞേ. നീ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും. എനിക്കാകുമ്പോൾ വരാൻ പറ്റും. നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം കാര്യങ്ങൾ. എനിക്കിവിടെ 5 മിനിറ്റ് വരാനല്ലേ ഉള്ളൂ. നീ എന്താ ശ്രീ ഇപ്പം ഇങ്ങനെയൊക്കെ? അപ്പൊ ഗൈസ് എല്ലാം വാങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങള് ഫോൺ വാങ്ങിയതിന്റെ സന്തോഷത്തിൽ എനിക്കിപ്പോൾ എന്ത് വാങ്ങി തരും? ഫോൺ എടുത്തത് നിനക്ക് വേണ്ടിയിട്ട്. അപ്പൊ നീ എനിക്ക് മേടിച്ചത് നിന്റെ റീല് നല്ലപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇതെടുത്തത്. അപ്പൊ നീ എനിക്ക് എന്താണ് മേടിച്ചിരുന്നത്? കുഴിമന്തി കഴിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ കുഴിമന്തി കഴിച്ചതേ ഇല്ല. അപ്പൊ ഒരു കുഴിമന്തി കഴിച്ചാലോ? പൈസ ആര് കൊടുക്കും? ഷുട്ട് കൊടുക്കും. വീട്ടിൽ പോയി ചോദിക്കും. കാശ് കൊടുക്കാൻ ഇപ്പൊ കുഴിമന്തി ഇടുവണ്ടി കുഴിമന്തി കണ്ടല്ലോ. ഫോണ് ഞാൻ വാങ്ങി തന്ന സ്ഥിതിക്ക് കുഴിമന്തി എനിക്ക് വാങ്ങി തരണം. ശരി എന്നാ ശരി. വിടുവണ്ടി എവിടേക്ക്? എവിടെ ഇവിടുത്തെ കുഴിമന്തി കട? കുഴിമന്തി കട ബെസ്റ്റ് ഒരു കുഴിമന്തി കടയാണ്. അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ അത് അടവായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പോകണ്ട, വീട്ടിൽ പോകാം. ഷുട്ടു നമ്മൾ എന്തിനീ കാശ് അനാവശ്യമായിട്ട് ഇങ്ങനെ ചെലവാക്കുന്നത്? ഓ ഇപ്പൊ അങ്ങനായി അല്ലേ? അതൊരു ഡ്രസ്സിന്റെ ഷോപ്പല്ലേ അത്? അത് അവധിയാടി. അല്ല, അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാ എനിക്ക് ഇന്നലെ അവർ അതിനകത്തോട്ട് കൂട്ടിയതാ കണ്ട ആയിരിക്കും. അല്ലാതെ വേറെ ഒരു വഴി ഞാൻ അങ്ങനെ കാണുന്നില്ല. ഓ പച്ചക്കറി ഇടാം പാത്രം. ഇതിനകത്ത് വേറെ പാത്രം ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ടേ. നമ്മൾക്ക് ഇവിടെ റഹ്മാനിയ കേത്തൻസ് ചിക്കൻ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോവാം. അത് തന്നെ. ഫോണ് വാങ്ങിയതിന്റെ ചെലവ്. സൂപ്പർ. മാണന്നണ റിലയൻസിന്റെ സ്റ്റോറിന്റെ ഓപ്പോസിറ്റ്. ശ്രീ ഇപ്പൊ ഫുഡ് ശ്രീ വാങ്ങി തരുന്നല്ലേ പറഞ്ഞ? ഫുഡിന്റെ പൈസ ആരാ കൊടുത്ത? എന്റെ പൈസ നിന്റെ പൈസ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്ത് എപ്പോഴൊക്കെയോ നീ ഏതാണൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലപ്പോ ഒരു ഫ്ലോയിൽ പറഞ്ഞത്. അതായത് ഞാൻ പേ ചെയ്യുന്ന സമയത്ത് എന്റെ പൈസ നിന്റെ പൈസ എന്തെങ്കിലും ഉണ്ടോ? അവള് പേ ചെയ്തപ്പോഴത്തേക്ക് ആരാ പേ ചെയ്തത്? 100 കൂട്ടം ചോദ്യങ്ങളാണ്. അല്ല അത് ചിലപ്പോ ചില ഫ്ലോയിൽ. ഇതിപ്പോ നമ്മളൊരു സാധനം വാങ്ങിയ ട്രീറ്റ് അല്ലേ? മേടിച്ചത് ഞാനല്ലേ. ഞാൻ അങ്ങോട്ട് മേടിച്ചു വെച്ചതല്ല. കാശ് കൊടുക്കുന്നതിന് നീ തന്നെ പറഞ്ഞിട്ടില്ല എന്റെ പൈസ നിന്റെ പൈസ ഒന്നും ഇല്ല. പിന്നെന്തുവാ? കട ഞാൻ പറഞ്ഞു ഇന്നത് കഴിക്കാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ എല്ലാം ഞാനല്ലേ സെറ്റ് ചെയ്തത്. എല്ലാം സെറ്റ് ചെയ്താ പൈസ കൂടി കൊടുക്കണ്ടേ? എന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തോണ്ടല്ലേ ആ ഫോണിന് സിം ഊരിയതുകൊണ്ട് ഗൂഗിൾ പേ വർക്ക് ചെയ്യത്തില്ല. ഇപ്പൊ എന്തുവായാലും ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയായാലും വർക്ക് ചെയ്യുമല്ലോ. എനിക്ക് ആരുടെ തോന്നി ചോദിക്കുന്നത് ഇഷ്ടമല്ല. ഹോട്ട്സ്പോട്ട് തായേ പിന്നെ അവരെ മൂക്കും കുഞ്ഞും കാണണം. എന്തിന്? എത്ര റേറ്റ് വരും? കൊമാക്കി എന്ന ബ്രാൻഡിന്റെ വണ്ടിയാ. ഒരു 160 റേഞ്ചിൽ ഓൺ റോഡ് വരും.
ഇലക്ട്രിക്കാ? ഇലക്ട്രിക് വണ്ടി. കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200-നടുത്ത് കിലോമീറ്റർ കിട്ടും ഈ ഒരു വണ്ടിക്ക്. 3 പേർക്ക് ഇരിക്കാം. അതിനകത്ത് അക്സസറീസ് കൂടെ ഒക്കെ വരും. ബാക്കിൽ ചാരി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ടിലത്തെ സീറ്റിൽ ചാരി ഇരിക്കാം. പിന്നെ ആ സീറ്റിനടിയിൽ എൻ്റെ അറിവിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരു കൊമാക്കിന് ഇലക്ട്രിക് ഷോറൂം അവിടെ. ജസ്റ്റ് ഞാൻ ഈ വണ്ടി കണ്ടപ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടി നിർത്തി കൊടുത്തതാണ്. ഞാനെങ്കിൽ ഈ സാധനം ആദ്യമായിട്ട് കാണുക കേട്ടോ. പറയുന്നേ ആലപ്പുഴ 82 ഇതൊരു ആലപ്പുഴ പോകാൻ പറ്റിയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര എനിക്കൊന്ന് ഇന്നാ ഒന്ന് സമാധാനത്തെ വീട്ടിലൊന്ന് ഇരിക്കുന്നത്. സത്യത്തിൽ ഇതിന്റെ ഇടയ്ക്ക് സമയം പോലും ഇല്ല. എവിടെയൊക്കെ അങ്ങ് പോകും വരക്കും തന്നെ. ഈ പെണ്ണുങ്ങളെന്ന് വെച്ചോണ്ടല്ലോ, ടിപ്പിക്കൽ പെണ്ണുങ്ങൾ. ഈ വലിയ ഡയലോഗൊക്കെ അടിക്കോളൂ. ഇപ്പോഴങ്ങ് ടിപ്പിക്കൽ അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ. പക്ഷെ വെറും ടിപ്പിക്കൽ പെണ്ണുങ്ങളാണ് ചില സമയത്ത്. പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യം നിങ്ങാണ്ട് പറയുന്ന ഏതോ ഒരു മാല, ഒരു നൈസായിട്ടുള്ള മാല മേടിക്കണം. അപ്പൊ ഞാൻ വെറുതെ എന്തിനാ മാല എടുത്ത് മാല ഉണ്ടെങ്കിൽ അത് ഇട്ടാ പോരെ. അല്ലല്ല വേറൊരു മാല വേണം. എന്താ പറയുക കഴുത്തോളം ഉടുപ്പം കിട്. എന്താ പറയുക കഴുത്തോളം ഉടുപ്പൊന്നും ഇല്ല. എന്താ പറയുക കഴുത്തോളം ഉടുപ്പം മേടിക്കും. ഇത് പറഞ്ഞാൽ ചെലവിന്റെ വഴികളേ ഉള്ളൂ. അപ്പൊ ഫുഡ് കഴിക്കണം. ഞാൻ വീട്ടിൽ പോയി കഴിയാം. ചോറ് കഴിക്കാനൊന്നും പയ്യ. അതിലിപ്പോ കടയിൽ കയറി അതൊരു 5 രൂപ ചെലവ്. ഇത് ഞാൻ വീഡിയോയിലെ കൂട്ടത്തില് കട്ട് ചെയ്യാൻ നീ എല്ലാം കൂടെ എന്നെ നെഗറ്റീവ് ആക്കി. എന്റെ ഓഡിയൻസ് അത് സഹിക്കത്തില്ല ശ്രീ. അവരിങ്ങോട്ട് ഇറങ്ങും. അവര് ആകെ 90 ഫോളോവേഴ്സേ ഉള്ളൂ, സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്റെ ഫോളോവേഴ്സ് ഞാനും ഇറക്കും. ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരും വലുതാവും. പാട് നനയുമ്പോ ഞാൻ ആ ചീരങ്ങളൊന്നും നടക്കാറുണ്ട്. എനിക്ക് സാരിയോ ഡ്രസ്സോ എന്തോ വാങ്ങി തരാനാണെന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ വാങ്ങിയാലോ? ഇത് വാങ്ങാനായിരുന്നു ശ്രീ. ഇത് മതി കേട്ടോ. നല്ല ഡ്രസ്സല്ലേ ഇത്? പോയി ഗൈസ്. എവിടേക്കോ സ്റ്റെപ്പ് കയറി എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇത് എവിടേക്കാണെന്നറിയോ ഗൈസ്? നമ്മൾ ഇന്ന് ശ്രീക്ക് മാത്രമല്ല അമ്മയ്ക്കും ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മേനോട് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 4GB RAM 64 ആണ്. ഇത് 5000 mAh ബാറ്ററി ആണ്. നല്ലായിരിക്കും. അപ്പൊ 1000 നോക്കിയാൽ കൊള്ളാന്ന് പറയാം. റിയൽമി ചാർജർ ഫോൺ മേടിച്ചു. ഇത് കൊണ്ട് കൊടുക്കാം. സമയം എത്രയായി ശ്രീ? 3:35. നമ്മൾ 12 മണിയായപ്പോ ഇറങ്ങിയതല്ലേ? അതെ. നിനക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് എന്നിട്ട് എന്താ വാങ്ങി തന്നേ? നിനക്ക് ഫുഡ് കഴിച്ചു. നമ്മള് ഫുഡ് കഴിച്ചു. മക്കള് വാങ്ങിയത് നിനക്ക് റീൽ എടുക്കാൻ വേണ്ടി ഫോൺ മേടിച്ചു. നിനക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഫോൺ മേടിച്ചു. എല്ലാം നിനക്ക് തന്നെ മേടിച്ചേക്കുന്നു. നമുക്കൊന്നും ഇല്ല ഇതിനകത്ത്. നിനക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ ഫോൺ, നിനക്ക് റീൽ എടുക്കാൻ ഒരു ഐഫോൺ, നിനക്ക് ഫുഡ്. ഇപ്പൊ ഞാൻ വെറുതെ വന്ന് സത്യം പറഞ്ഞു. മക്കളുടെ കൂടെ വന്നായിരുന്നു. സ്ഥലം അറിയാത്തോണ്ടല്ലേ? ശരിയാ. സ്ഥലം അറിയത്തില്ലല്ലോ ഇതൊന്നും പോയി വാങ്ങാൻ. താങ്ക് യു കേട്ടോ. എന്നാ പിന്നെ നമ്മള് ഇനി അമ്മയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് സർപ്രൈസ് ആയിട്ട് ഇത് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറ ശ്രീ. ബൈ. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പൊ ബൈ പറഞ്ഞാൽ വണ്ടിക്കകത്തിരിക്കുകയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.